പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവരെയും ഷാലേം ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഈ മെസ്സേജുകളോട് കാണിച്ചിട്ടുള്ള പ്രതികരണത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചതൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു വരുന്നു. ദൈവം തരുന്ന വിടുതലുകൾക്കായി ദൈവത്തിന് നന്ദി പറയും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 50, 51, 52 വാക്യങ്ങൾ വായിക്കുന്നു. യേശു അവനോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകുമ്പോൾ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. താനും കുടുംബവും ഒക്കെയും വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. കഫർന്നഹൂമിൽ രാജഭൃത്യൻ തൻ്റെ മകൻ ദീനമായി കിടക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. അവൻ മരിക്കാറായി, അതുകൊണ്ട് നീ വന്നവനെ സൗഖ്യമാക്കണം. യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. രാജഭൃത്യനോട് കർത്താവേ, മകൻ മരിക്കും മുമ്പ് നീ വരണം. യേശു അവനോട് പറഞ്ഞ മറുപടിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശു പറഞ്ഞ വാക്ക് ആ രാജഭൃത്യൻ വിശ്വസിച്ചു. അവൻ പോകുമ്പോൾ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റ് വന്നിട്ട് അവൻ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് മറുപടി കൊടുത്തു. നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രിയാണ്. ദൂരത്തിന്മേൽ അധികാരമുള്ള കർത്താവാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സർവ്വ അധികാരത്തെക്കുറിച്ച് വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നോക്ക്, ദീനം പിടിച്ച് മരിക്കാറായി കിടക്കുന്ന മകൻ വീട്ടിലാണ്. യേശുവിൻ്റെ അടുക്കൽ ഈ രാജഭൃത്യൻ വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, നീ വീട്ടിൽ വരണം. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ വീട്ടിൽ വരേണ്ട കാര്യമില്ല, നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുകയാണ്. ആ വാക്ക് ആ മനുഷ്യൻ വിശ്വസിച്ച് പോയി, തൻ്റെ മകന് സൗഖ്യമായി. അതേ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ദൂരത്തിന്മേൽ അധികാരമുള്ളവനാണ്. നിങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ വിഷയങ്ങൾ എത്ര 1000 കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറമുള്ള വിഷയമാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥന മുറിയിൽ വിശ്വസിച്ചുകൊണ്ട് മുട്ടുമടക്കി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൂരത്തിന്മേൽ അധികാരമുള്ള കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഒന്നവൻ ദൂരത്തിന്മേൽ അധികാരമുള്ളവനാണ്. ശതാധിപൻ തൻ്റെ ദാസന്മാരിൽ ഒരുവൻ ദീനമായി കിടക്കുമ്പോൾ സ്തോത്രം യേശുവിന്റെ അടുക്കലേക്ക് സ്തോത്രം ആൾക്കാരെ അയക്കുകയാണ്. സ്തോത്രം. എന്നാൽ കർത്താവ് അവന്റെ ഭവനത്തിലേക്ക് വരാൻ നോക്കുമ്പോൾ ശതാധിപൻ പറയാം, നീ എന്റെ പുരയ്ക്കകത്തേക്ക് വരണ്ട, അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അവൻ വിശ്വസിച്ച് പറയാ, കർത്താവേ, നീ ഒരു വാക്ക് പറഞ്ഞാൽ, നീ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങളുടെ വിഷയങ്ങൾ എത്ര ദൂരങ്ങൾ ആയിരുന്നാലും വിശ്വസിച്ചുകൊണ്ട് പറയാമോ, എന്റെ യേശു കർത്താവിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. അത് കടലുകൾ കടന്ന് അപ്പുറത്ത് ചെല്ലും, അത് ഭൂഖണ്ഡങ്ങൾ കടന്ന് അപ്പുറത്ത് ചെല്ലും. എത്ര വിദൂരതയുള്ള വിഷയമാണെങ്കിലും അത് ആ വാക്കുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അവൻ ദൂരത്തിന്മേൽ അധികാരമുള്ളവനാണ്. നമ്മൾ
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ സമയത്തിന്മേൽ അധികാരമുള്ളവൻ, കാലത്തിന്മേൽ അധികാരമുള്ള കർത്താവിനെ നമ്മൾ കാണുന്നു. അവിടെ 38 വർഷമായി കുളക്കടവിൽ ഒരു വ്യക്തി കിടക്കുകയാണ്. അവന് സൗഖ്യം വേണം. എന്നാൽ കുളം കലങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്ന വ്യക്തിക്ക് മാത്രമേ അവിടെ സൗഖ്യം കിട്ടത്തുള്ളൂ. 38 വർഷമായി അവൻ നിരങ്ങിയും തന്നാൽ ആവുന്നതോളം അധ്വാനിച്ചിട്ട് അവൻ അവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ ചെല്ലുമ്പോൾ അവന് മുൻപായി വേറെ ഒരുത്തൻ ഇറങ്ങിയാണ്. ആമീൻ സ്തോത്രം. അവനെ കണ്ടിട്ട് കർത്താവ് ചോദിക്കുക, ആമീൻ സ്തോത്രം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആമീൻ പറയാ, കർത്താവേ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. ആമീൻ ഞാൻ ഈ കുളത്തിൽ ഇറങ്ങുവാൻ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി വേറെ ഒരുവൻ ഇറങ്ങിയ. ആമീൻ 38 വർഷമായി അവൻ സ്തോത്രം ട്രൈ ചെയ്തിട്ടും നടക്കാത്ത ഒരു കാര്യം യേശു തമ്പുരാൻ, ആമീൻ സ്തോത്രം, ഹല്ലേലൂയ, ആമീൻ സമയത്തിന്മേൽ അധികാരമുള്ളവൻ, കാലത്തിന്മേൽ അധികാരമുള്ളവൻ. അവൻ പറയുക, നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക. ഇന്ന് പകലിൽ ദൈവമക്കളെ, എത്ര വർഷമായി നീ രോഗം ബാധിച്ചു കിടക്കുന്നു? എത്ര വർഷമായി നീ ഡിപ്രഷനായിരിക്കുന്നു? എത്ര വർഷമായി ആമീൻ നിന്നെ അനുഭവിച്ചിരിക്കുന്നു? എത്ര വർഷമായി നിന്റെ തല കുനിഞ്ഞിരിക്കുന്നു? ഭാരപ്പെടണ്ട, ഇന്ന് നിന്റെ സമയമാണ്, ഇന്ന് നിന്റെ സമയമാണ്, ഇന്ന് നിന്റെ ദിവസമാണ്. നീ കിടക്കയെടുത്ത് നടക്കുവാൻ അധികാരമുള്ള കർത്താവിന്റെ വചനം നിങ്ങളോട് ഇടപെടുകയാണ്. നാളുകളായി നീ അധ്വാനിച്ചിട്ടും, നാളുകളായി നീ സ്തോത്രം ഓടിയിട്ടും ഇന്നും നിനക്ക് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുവാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തിയായി എന്നെ കേൾക്കുന്നുവോ? നിന്നോട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇന്ന് ദൈവത്തിന്റെ വചനം കേട്ടുകൊള്ളുക. സമയത്തിന്മേൽ അധികാരമുള്ളവൻ. ദീർഘനാളായി നീ കാത്തിരുന്നിട്ട്, ആമേൻ സ്തോത്ര, അബ്രഹാമേ 24 വർഷമായി നീ കാത്തിരിക്കുക, നിനക്ക് ഇതുവരെയും ഒരു മകനില്ല. ആമേൻ, നീ സ്തോത്രം, ഹല്ലേലൂയ, ആ വാഗ്ദത്തം നിന്റെ മേൽ ഇതുവരെയും നിവർത്തിച്ചില്ല. എന്നാൽ സ്തോത്രം, മമ്രയുടെ തോപ്പിൽ ആമേൻ ദൈവം ഇറങ്ങി വന്നിട്ട് ആമേൻ അബ്രഹാമിനെ ഓർപ്പിക്കുകയാണ്, സമയമായി. ആമേൻ സമയത്തിന്മേൽ അധികാരമുള്ളവൻ പറയുക, അടുത്ത വർഷം ഈ സമയത്ത് നിനക്കൊരു മകനുണ്ടാകും. അതെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ വർഷങ്ങളായി, നാളുകളായി കാത്തിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി തരുന്ന സർവശക്തൻ നിന്റെ അടുക്കലുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുക. 12 വർഷമായി രക്തസ്രാവം ആമേൻ സ്തോത്രം പിടിച്ച് ഒരു വൈദ്യന്മാർക്കും ആമേൻ സ്തോത്രം അല്ലെങ്കിൽ സൗഖ്യമാക്കാൻ കഴിയാത്ത ആമേൻ ഏറ്റവും പരവശയായി തീർന്ന ആ സഹോദരി യേശുവിന്റെ വർത്തമാനം കേട്ടു. യേശുവിന്റെ അടുക്കൽ ചെന്നു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുവാൻ ആഗ്രഹിച്ച് പ്രതികൂലങ്ങളെയെല്ലാം വകഞ്ഞു മാറ്റി, നിയമങ്ങളെ തട്ടിമാറ്റി ആമേൻ ഇറങ്ങി തിരിച്ചവൾ. ആമേൻ സ്തോത്ര 12 വർഷമായി ആമേൻ വൈദ്യന്മാർക്ക് മുതൽ കൊടുത്തിട്ട് അവർക്ക് കൊടുക്കാൻ കഴിയാത്ത വിടുതൽ ഒറ്റ നിമിഷം കൊണ്ട് ആ ദൈവദാസിയുടെ മേൽ ദൈവശക്തിയായി ഇറങ്ങിയെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വർഷങ്ങളായി ഒരു രോഗത്തിന് നീ ചികിത്സ എടുക്കുന്നു, വർഷങ്ങളായി നീ മരുന്ന് മാറിക്കഴിച്ച് ഇന്നും നിന്റെ ജീവിതത്തിൽ ഒരു വിടുതലില്ലാതെ നീ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇന്ന് ദൈവവചനം നിന്നോട് പറയുന്നു, ആമേൻ സമയം നോക്കണ്ട, എത്ര വർഷമായെന്നോ, എത്ര പഴകിയ അസുഖമാണെന്നോ, പഴകിയ വിഷയമാണെന്നോ നീ നോക്കണ്ട. എന്ന് യേശുവിന്റെ വചനം നിന്നോട് പറയുന്നു, ആമേൻ സമയത്തിന്മേൽ അധികാരമുള്ളവൻ നമ്മുടെ നടുവിലുണ്ട്. അവന്റെ വചനം നിന്നോട് പറയുന്നു, ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാകുക. ഇപ്പോൾ തന്നെ നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ഇപ്പോൾ തന്നെ നിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ സ്തോത്രം, ആമേൻ കാലുകൾ ഉറച്ചു നടക്കുക. സമയത്തിന്മേൽ അധികാരമുള്ള കർത്താവ്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. മൂന്നാമതായി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണത്തെ കുറിച്ച് നമ്മൾ കാണുന്നു. അവിടെ വലിയൊരു നിന്ദ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. യഹൂദന്മാരുടെ കല്യാണത്തിൽ വീഞ്ഞ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ആ വീഞ്ഞ് തീരുക, എന്നാൽ നിന്നയകറ്റുന്ന കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പകല് ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ വർഷങ്ങളായി ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ആമേൻ വന്നുകൊണ്ടിരിക്കുന്ന നിന്ദകളെ ഒറ്റ നിമിഷം കൊണ്ട് നീ പോലും അറിയാതെ, നീ അധ്വാനിക്കാതെ ഒറ്റ വാക്ക് പറഞ്ഞ് ആ നിന്ദകളെ നിന്റെ ഭവനത്തിൽ നിന്ന്
അകറ്റി ആമേൻ നിനക്ക് മാനം തരുന്ന കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ശൂന്യതകളെ മാറ്റിത്തരുന്ന ദൈവമാണ്. ശൂന്യതകളെ മാറ്റിത്തരുന്നവനാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. പത്രോസും കൂട്ടരോ ആമേൻ, സ്തോത്രം, യേശു കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ് തിബിരിയാസുകളിൽ വീണ്ടും അവർ 7 പേര് ആമേൻ വലയെടുത്തുകൊണ്ട് ആമേൻ, സ്തോത്രം, മീൻ പിടിക്കാൻ പോയി. യേശു തമ്പുരാൻ തിബിരിയാസുകളിൽ കരയിൽ ചെന്നിട്ട് അവരോട് പറയുക, കുഞ്ഞുങ്ങളെ, ഇപ്പോൾ പിടിച്ച വല്ലതുമുണ്ടോ? കൊണ്ടുവരുവേ. അവര് പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല. സർവശക്തൻ പറഞ്ഞു, പടകിന്റെ വലതുവശത്ത് വല വീശ്, പെരുത്ത മീൻകൂട്ടം നിങ്ങൾക്ക് കിട്ടോ. ഇന്ന് പകലിൽ ദൈവമക്കളെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ അനുഗ്രഹിക്കുന്നവനായ കർത്താവ് നിന്റെ നടുവിലുണ്ട്. ശൂന്യതകൾ മാറ്റുന്നവൻ, ആമേൻ, സ്തോത്രം, നിറവിന്മേൽ നിറവ് തരുന്നവൻ. കഴിഞ്ഞ നാളുകളിൽ നീ അധ്വാനിച്ചിട്ടും ഓടിയിട്ടു, ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം, സ്വരൂപിച്ചു വെച്ചിട്ടോ നിനക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഭാരത്തോടെ ഇരിക്കുന്നതാണെങ്കിൽ ഇന്ന് ഈ വചനം നിന്നോട് പറയുന്നു, ശൂന്യതകളെ മാറ്റുന്ന യേശു കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരികയാണ്. നീ റിസീവ് ചെയ്യ്, നീ വിശ്വസിക്ക്. ആകയാൽ സ്തോത്രം, അവൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൂരത്തിന്മേൽ ആധിപത്യമുള്ളവനാണ്, സമയത്തിന്മേൽ അധികാരമുള്ളവനാണ്, നിന്ദകളെ എടുത്തെറിയുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇരുളിന്മേൽ അധികാരമുള്ള കർത്താവാണ്. അവൻ നിന്റെ, സ്തോത്രം, ഹല്ലേലൂയ, ശൂന്യതകളെ മാറ്റി നിന്നെ നിറയ്ക്കുന്ന സർവശക്തൻ നിന്നോട് കൂടെയുണ്ട്. ആകയാൽ ഈ വചനത്തിൽ വിശ്വസിക്കുക. ആമേൻ. വർഷങ്ങളോ കാലങ്ങൾ എത്രയായെന്ന് നീ ഭാരപ്പെടേണ്ട. യേശു കർത്താവിന്റെ ഒരു വാക്ക് ഇന്ന് നീ വിശ്വസിക്കുക. ഈ വചനത്തിൽ ഒരു വാക്ക് നീ വിശ്വസിക്കുക. You are going to see a miracle. നീ ഒരു അത്ഭുതം കാണാൻ പോകുകയാണ്. സർവശക്തൻ ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല കർത്താവേ, എന്റെ കേൾവിക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. അവിടുത്തെ നാമം ചൊല്ലി ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.